ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് സൈഗോടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഗോവയിലാണ്. ആ വീഡിയോസ് ഗോവയിൽ എങ്ങനെ എത്തി എന്നുള്ള വീഡിയോസ് അറിയാൻ വേണ്ടി എന്റെയും മഷുവിന്റെ ചാനൽ പോയി കാണുക. അതിനകത്ത് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് നല്ല കളർഫുൾ ആയിട്ട് യെല്ലോയും ലുക്കാണെന്നറിയാം അല്ലേ? ഇതെന്താ സ്കേർട്ടൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നു? ഇതാണ് സ്കേർട്ട്. അയ്യോ, വയറ് കാണിക്കാനല്ല മോളെ പറഞ്ഞത്. ഇവിടെ എടുത്തിയോ Smile together. 14 years it was the plan. 14 years it was the plan today. അതെ, 14ാമത്തെ വർഷത്തെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങള് ഗോവയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഗോവയിൽ ഞങ്ങളിന്ന് ഉച്ചക്കത്തെ ഒരു കിടിലൻ ഒരു ഫിഷ് താലിയോ എന്തൊക്കെ ഉണ്ടാന്ന് നോക്കണോട്ടോ, അറിയില്ല, അറിയില്ല. എന്തായാലും ഫിഷിന്റെ സ്പെഷ്യലാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഫിഷ് ഐറ്റംസ് എന്തൊക്കെ വെറൈറ്റീസ് ഒക്കെ കഴിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഫിഷിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? സെലിബ്രേഷൻ ഫിഷിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കേക്ക് കെട്ടിയിൽ ഞങ്ങൾ അവസാനിപ്പിക്കും. അപ്പൊ അതൊന്നും പോരാ, സ്വീറ്റ് അങ്ങനെ കേക്കിന്റെ സ്വീറ്റ് ഡിസേർട്ട് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് പൊളിയല്ലേ? എപ്പോഴും നമ്മുടെ ആനിവേഴ്സറി ഒക്കെ എപ്പോഴും നമ്മ ഒരു ഡെക്കറേറ്റ് ഒരു കേക്ക് കട്ടിങ് എല്ലാവരും അതേ പാറ്റേണിൽ പോവാതെ ഇന്ന് ഇത് ഗോവ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടേ. കാരണം എന്താ, ക്രിസ്മസ് ന്യൂ ഇയർ ബഷീർ സുഹാനൊക്കെ വന്നല്ലേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. എല്ലാവരുടെ സ്റ്റാർസ് ഒക്കെ ഇട്ട് ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ബീച്ചൊക്കെ കാണണം. കിട്ടില്ലോണ്. എന്തായാലും ആ ഒരു ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ടൈമിൽ മാരേജ് ആയാലും കറക്റ്റ് ആയ ഡിസംബർ ഇറ്റ്സ് എ സെലിബ്രേഷൻ മന്ത്. ഡിസംബർ എന്ന് പറയുന്നത് ഫുൾ സെലിബ്രേഷൻ ആണ്. ഒരു പുതിയൊരു വർഷത്തിന്റെ ഒരു തുടക്കത്തിന്റെ അവസാനം കൂടിയാണല്ലോ. കണ്ടില്ലേ ബിഹൈൻഡ് ദ സീൻ കണ്ടില്ലേ? നേരത്തെ മടിയിലിരുത്ത അപ്പൊ അവൻ കളിക്കും. സോക്സ് കറക്റ്റ് ആക്കി കൊടുത്തു ബേബി. മുറി പോയല്ല, ആ ചെറുക്കം വലിച്ചതാണ്. സ്റ്റൈലൊക്കെ സമ്മതിക്കൂല. നശിപ്പിക്കട്ടാ, നശിപ്പിക്കും. പോലെയാണ് അവനെ ഞാൻ സ്റ്റൈൽ ആക്കിപ്പിക്കണ. പക്ഷെ അവൻ ഞാൻ എന്റെ കോസ്റ്റ്യൂം കൊള്ളാം. കിടില പക്ഷോ, കിടില കോസ്റ്റ്യൂം. ഒരു രക്ഷയില്ല, ഫുള്ള് ഗോവൻ ടച്ചില്. ബാബി ഗിഫ്റ്റ് ചെയ്ത കോസ്റ്റ്യൂം ആണെന്ന് തോന്നുന്നു ഇത്, അല്ലേ? അതെ, ഞങ്ങൾ തൽക്കാലം 2 പീസ് ആയിട്ട് ഞങ്ങൾ ഇടുള്ളൂ. ഇതാണ് ഇഷ്ടം. ഈ ബട്ടർ കഴിച്ചിട്ട് വേറൊരു 3 പീസ്, അതാണ് സ്റ്റൈല്. പക്ഷെ നമുക്ക് ആ സ്റ്റൈല് അതെ ഡിപ്പെൻസ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റൈലാണ് ഇഷ്ടം. പക്ഷെ അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കാര്യം ചെയ്യാം, ഫുഡിലേക്ക് കിടക്കാം. ഇത് ഇവിടെ കുറെ ഇത് സോറി കേട്ടോ, ഞാൻ വിചാരിച്ച ഫിഷ് ആണെന്ന് വിചാരിച്ചിട്ടാ. ഇത് ഫുള്ള് ഐസ്ക്രീം ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഫിഷ് എവിടെ ആയിട്ടാ നമുക്ക് ചോദിക്കാം. ഓക്കെ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം. അവരുടെ അടുത്ത് ചോദിക്കാം, വിളിച്ചിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം. അതെ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഐറ്റം വന്നു. എന്താണ് ചെമ്മീൻ? ഇതെന്ത് സംഭവം? ഓ, പ്രോൺസ് മസാല ഫ്രൈ. സബറില്ലാത്ത ഫാമിലിയാണ് കഴിച്ചത്. ബാക്ക് ലൈറ്റ് ആണ്. എങ്ങനെയുണ്ട്? കിട്ടലോ അല്ലേ? അടിപൊളി അല്ലേ? സൈക്കിൾ കൊതി വരും അവരോട്. ഇഷ്ടമല്ല അതല്ല. പ്രോൺസില് ക്രാബൊന്നും സൈക്കിൾ വയ്ക്കൂല. Thank
try. ബീഫ് പെപ്പർ ഫ്രൈ. ബീഫ് പെപ്പർ ഫ്രൈ. പക്ഷെ കഴിച്ചു നോക്കൂ. ഗോവയിൽ വരുമ്പില്ലേ ഫിഷിൻ്റെ ഒക്കെ വെറൈറ്റി നല്ല ഫ്രഷ് അതിനോളം മതി ഞാൻ കഴിച്ചുകൊണ്ട് പറയാം. മോനെ ടേസ്റ്റ് ചെയ്താൽ നമ്മൾ കഴിക്കുമ്പോൾ കൊതിയായി. കടിക്ക് ഇച്ചിരി കടിക്ക്. വേണ്ട എടുത്തോടി. കഴിക്കൂല. പീസാക്കി കഴിച്ചു നോക്ക്. ഞാൻ പീസാക്കി തരാം. പീസാക്കി തരാം. ആക്ച്വലി വീട്ടിൽ അവൻ കഴിക്കൂല. കഴിക്കില്ല അവനെന്തോ എന്താന്നറിയോ, പ്രോൺസ് വളഞ്ഞു പോകൂലേ വേവിക്കുമ്പോ, അപ്പൊ ചുരുണ്ടി കിടക്കുമ്പോ അട്ട കിടക്കണ പോലെ എന്ന് പറയുമോ. ആ റബ്ബർ റൗണ്ടായിട്ട് റബ്ബർ പോലെ ആവും. ഞാൻ ഇതിന്റെ ഇടയില് ബീഫ് പെപ്പർ ഫ്രൈ കൂടെ പറയാനുള്ളത്. ബീഫ് പെപ്പർ ഫ്രൈ കിട്ടില്ല, അടിപൊളി. ബീഫ് കഴിക്കാൻ ഒരു മോഹം. ഒരു ബീഫ് എടുക്കും, അധികം ഒരു ബീഫ് കൊടുക്കും. പക്ഷെ അല്ലെങ്കിൽ അവനെ മൊത്തം താഴെ ഇടും. ഒരു ബീഫ് ചൂടുണ്ടാവേ. നമ്മളെല്ലാരും നമ്മളെല്ലാരും ഇത് കഴിക്കുമ്പോ പാവ എബ്രു ഇവിടുന്ന് സ്പൂൺ കഴിച്ചോണ്ടിരിക്കുന്നു. പാപ്പം കൊടുത്തിട്ടാ വന്നേ ഞാൻ ഉച്ചക്ക്. സ്പൂണിൽ കളിക്കണ ഇഷ്ടം. ഇഷ്ടമായ ബീഫ് ഓക്കെ. ഇനിയിപ്പോ ബാക്കി വേണ്ടത് നമുക്ക് കാണിച്ചു. അടിപൊളി. വേറൊരു ടൈപ്പ് അല്ലേ, നമ്മൾ ഇങ്ങനെ ഈ ടൈപ്പ് വെക്കൂല. പിടിച്ചോ. അങ്ങനെ വൈറ്റ് റൈസും കിങ് ഫിഷ് കറിയും വന്നിട്ടുണ്ട്. ബോയിൽഡ് റൈസ് ഇവിടെ കിട്ടും, ചില സ്ഥലത്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ കൂട്ടി നോക്കും അല്ലേ സൈഗു? എങ്ങനെയാണ് സൈഗു? കഴിച്ചു നോക്കണുള്ളൂ. ഞാൻ ശശി വേണ്ടായിരുന്നു. കിങ് ഫിഷ് ചൂടുണ്ട്. കറി ഈ മസാല മിക്സ് ആക്കും. കിടലായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അനീസർക്കാരി നമ്മ ഫുഡൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നേരെ ബീച്ചയിൽ വന്നേക്കണേണ്. ഇവിടെ എന്താ ഞങ്ങളാ 150 രൂപ കൊടുത്തിട്ടാണ് ബീച്ച് വന്നത്. ഞാൻ ഒന്നത്തെ കടിയാണെങ്കിൽ നടന്നുകൊണ്ട് ഇവിടെ നമ്മ നിക്കണം. 500 മീറ്റർ നമുക്ക് ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ച 150 രൂപ വാങ്ങിച്ചു. അതെ, നമ്മ നിന്നേച്ച സ്ഥലത്തുനിന്ന് ബീച്ചിലോട്ട് 500 മീറ്റർ ഉള്ളു. പക്ഷെ 150 രൂപയാണ് ഓട്ടോ. നമ്മള് ഓട്ടോ പിടിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ പിടിച്ച് ഞങ്ങൾ നടക്കണ്ടേ. അത് ഓൾറെഡി കാല് നേരത്തെ ഒന്ന് സ്ലിപ്പായിട്ടൊന്നും വേദനയുണ്ട്. ഹീൽസ് ഇട്ടാൽ കൊച്ചിനെ കൊണ്ട് നടക്കാനും പറ്റൂല. അപ്പൊ ഇവിടെ നിന്ന് നമ്മ ചേഞ്ച് വാങ്ങിച്ചിട്ട് കൊടുക്കും. ഇവിടെ അതെ ഒരു കരിക്ക് കുടിച്ചോണ്ടിരിക്കണേ. ചേഞ്ച് വെച്ചു. വെള്ളം
14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ അടിച്ച് പൊളിച്ചു. ഗോവ കാന്തലും ബീച്ച് വെച്ചിട്ട് നമ്മൾ ആഘോഷിച്ചു. പക്ഷേ ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ പക്ഷേ അതിൻ്റെ നമ്മുടെ വോയിസോ സംസാരം ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള റെസ്റ്റോറൻറ്റ് നമ്മളിരുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഫുള്ള് സോങ്സ് പ്ലേ ആയിക്കൊണ്ടിരിക്കണോണ്ടിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ കാണിക്കും. അതുകൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ സൈലന്റ് ആയിട്ട് അങ്ങനെ പോയത്. പക്ഷെ ഭയങ്കര വൈബായിരുന്നു. അതെ ഇത്ര നേരം നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ അവിടെ നിന്ന് ഷെയ്ക്കും പിന്നെന്താ ഐസ്ക്രീമും തിന്നും കുടിച്ചൊക്കെ ഫുള്ള് പൊളിച്ചടക്കി അല്ലേ? സോനു ഹാപ്പി അല്ലേ? സോനുദേ വളയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതായത് പപ്പ കൊടുത്തിട്ടുള്ള ഒരു വളയനായിട്ടുള്ള മാച്ച് ആക്കിയാണ് അപ്പുറം ഇപ്പുറം ഇടാൻ വേണ്ടിയുള്ള ഒരു മാച്ച് ആക്കിയിട്ടാണ് എടുത്തത്. കറക്റ്റ് അത് മാച്ച് ആയും ചെയ്തത് അല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോനു എല്ലാം കഴിഞ്ഞു. എന്റെ വെഡിങ് ആനിവേഴ്സറി ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഫാമിലി ആയിട്ട് ഗോവയിലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇനി കിടക്കണുള്ളൂ. ഇനി അതെ ജാനുവരി 2 വരെ ഗോവ തന്നെ ആയിരിക്കും. അപ്പോ ഇനി ബാക്കിയുള്ള വീഡിയോസ് ഉണ്ട്. ഇനി മഷുന്റെ ആയാലും ബഷീയുടെ ആയാലും എന്റെ ആയാലും ഇനി വരുന്ന അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.